നമ്മുടെ കോഴിക്കോട് ഒരു പഴനി ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാനും ഇതിപ്പോഴാണ് അറിയുന്നത്. അറിഞ്ഞ ഉടനെ തന്നെ നേരെ വെച്ച് പിടിപ്പിച്ചു. ഇത് വേറെ എവിടെയല്ല, കോഴിക്കോട് വെള്ളിപറമ്പ് മയിലാടും കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നല്ലൊരു മലയുടെ മുകളിലാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിനോട് സാമ്യം പുലർത്തിക്കൊണ്ട് ഏകദേശം അതേ രീതിയിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തെടുത്ത ഒരു അമ്പലമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രി. ഇവിടെ വാഹനങ്ങളൊക്കെ കയറി വരാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരു നടപ്പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിനുള്ളിലോട്ട് നടന്നാൽ നമുക്ക് പ്രധാന ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്താം. ഇവിടെ വഴിപാട് കൗണ്ടറൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രധാന പൂജകളും വഴിപാട് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. വഴിപാടൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എത്തിയത് ഏകദേശം ഉച്ച സമയത്താണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ആരും ഇല്ല കാര്യമായിട്ട്. ഇപ്പോൾ നടയൊക്കെ അടച്ചിട്ടാണ് ഉള്ളത്. രാവിലെയും വൈകുന്നേരവും നട തുറക്കുന്നതാണ്. ഏതാണ്ട് 5 മണിക്ക് വൈകുന്നേരം നട തുറക്കുന്നതോടുകൂടി കൂടുതൽ ആളുകളൊക്കെ വന്നു ചേരുമെന്നാണ് പറയുന്നത്. ശരിക്കും നമുക്ക് തമിഴ്നാട് പഴനിയിലൊക്കെ പോയവർക്കറിയാം, ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് ഈ അമ്പലത്തിൻ്റെയും ആ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അതേ ഒരു ടൈപ്പ് തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ അതേ ടൈപ്പ് ബിൽഡിംഗ് ആണ്. ഒരുപാട് കൊത്തുപണികളും ചിത്രപ്പണികളും പെയിൻറ്റിങ്ങുകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു അമ്പലമാണ്. വളരെ ശാന്തമായൊരു പ്രദേശമാണ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് കുന്നുകളും മലകളൊക്കെ കാണാം. ഇപ്പോൾ കോഴിക്കോട് തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുപാടും നല്ല പഴനി അമ്പലത്തിൽ നിന്നൊക്കെ കാണുന്ന പോലെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഹൈറ്റിലുള്ളതാണ് ഈ ഒരു അമ്പലം. അതിൻ്റെ മുകളിലോട്ടൊക്കെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. വാഹനങ്ങളിലൊക്കെ വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പഴനി മുരുകനെ പോലെ തന്നെ അതേ മുരുകൻ തന്നെയാണ്. അതുകൂടാതെ തന്നെ ശിവൻ്റെയും ഭഗവതിയുടെയും ഗണപതിയുടെയും ഹനുമാൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്രതിഷ്ഠകളും ചെറിയ അമ്പലങ്ങളൊക്കെ ഇതിന് ചുറ്റുമുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ ധ്യാനത്തിനൊക്കെ ഭജനക്കൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. കാരണം നല്ലൊരു അന്തരീക്ഷമാണ്. വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ഈ ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിയാൽ നല്ല തണുപ്പുള്ളൊരു ഫീലിംഗ് ആണ്. ഇപ്പോൾ AC ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു തണുത്തൊരു ഫീലിംഗ് ആണ്. നല്ല പീസായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വേറെ ശല്യങ്ങളൊന്നുമില്ല, വേറെ ശബ്ദവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ശ്രീകോവിൽ. അതിൻ്റെ പ്രധാന കവാടമാണിത്. ഇപ്പോൾ നടയടച്ചത് കൊണ്ട് തന്നെ നമുക്ക് അകത്തോട്ടൊന്നും അതിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് ഏകദേശം പുറത്തെ കാഴ്ചകളും ചിത്രങ്ങളും ഒക്കെ കാണാം. പഴനിയിലുള്ള പോലെ തന്നെ ശരിക്കും ആ ഒരു പടി കയറിയിട്ടുള്ള ആ ഒരു എൻട്രി കൂടി ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ വന്നത് വാഹനത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ റോഡ് മാർഗം വാഹനം അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു വഴിയും കൂടിയുണ്ട്. അതിലൂടെ പോയാൽ നമുക്ക് ശരിക്കും പഴനി അമ്പലത്തിലൊക്കെ പോകുന്ന ആ ഒരു ഇതായി കാണുന്നതാണ് ആ ഒരു പടി വരുന്നത്. ഇത് താഴോട്ടിറങ്ങിയാൽ നമുക്ക് ആ പഴനി അമ്പലത്തിലുള്ള അതേ എണ്ണം പടികളൊക്കെ ഇവിടെയുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെ താഴോട്ടിറങ്ങി പോവാം. ഒരുപാട് പടികളുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വന്നിങ്ങനെ വിശ്രമിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടുത്തെ സ്ഥിരം ജോലിക്കാരും അല്ലാത്തവരൊക്കെ ഉണ്ട്, യാത്രക്കാരും ഒക്കെ വരുന്ന സ്ഥലമാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ തീർത്ഥാടകരൊക്കെ വരുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിയുന്നവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. എല്ലാ വർഷവും ഇവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. സാധാരണ അമ്പലത്തിലൊക്കെ ഇതുപോലെ തന്നെ നിത്യപൂജയും കാര്യങ്ങളൊക്കെയുള്ള അമ്പലം തന്നെയാണിത്. ഇപ്പം നമുക്കിതിൻ്റെ ആ ഒരു മെയിൻ ശ്രീകോവിലിൻ്റെ പുറം ഭാഗത്തു കൂടെയൊക്കെ ഒന്ന് നടന്ന് കാണാം. ഈ തൂണുകളും ഇവിടുത്തെ ചിത്രപ്പണികളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പോകാം. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ടെമ്പിളാണ്. സാധാരണ നമ്മുടെ നാടുകളിലെ ടെമ്പിളിൽ നമ്മളിങ്ങനെ കാണാറില്ല. ഒരുപാട് ചായങ്ങളൊക്കെ പൂശിയിട്ടുള്ളത്, ശരിക്കും കല്ലുകൊണ്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറില്ല. പക്ഷേ ഇത് എല്ലാത്തിനും നല്ല പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായൊരു ബിൽഡിങ്ങാണ്. ശരിക്കും വല്ലാത്തൊരു അനുഭൂതിയാണ് ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക്. പുറമേയുള്ള ആ പ്രകൃതിയോട് ചേർന്ന് തന്നെ ആ കാറ്റും നല്ല മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഈ ശ്രീകോവിലിൻ്റെ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു വായു ഒക്കെ നല്ല ശ്വാസവും ലഭിക്കുന്നുണ്ട്. ആ കാറ്റൊക്കെ കൊണ്ട് ശരിക്കും നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്.
വളരെ നിശബ്ദമായൊരു സ്ഥലമാണ്. ആരും അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. എല്ലാവരും നല്ല ധ്യാനിച്ച് നടക്കുന്ന ആ ഒരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവിടെയൊക്കെ വിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സുഖമായി വിശ്രമിക്കുകയാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു തണുത്ത പ്രദേശമാണ്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ കല്ലുകളും ആ മാർബിൾ തറകളും ഒക്കെ കൊണ്ടാടിക്കാം. നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമാണ് ഇവിടെ മുഴുവൻ. ആ വെയിലിൻ്റെ ഒരു കാഠിന്യമൊന്നും നമ്മൾ അറിയുന്നില്ല. തറയിലും തൂണുകളിലും മേൽക്കൂരയിലുമൊക്കെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ല മനോഹരമായ ചിത്രപ്പണികൾ. ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇപ്പോൾ പഴനിയിലൊക്കെ പോകാത്തവർക്ക് നമ്മുടെ പഴനി അമ്പലത്തിൻ്റെ ആ ഒരു അനുഭൂതി ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരെ കോഴിക്കോടേക്ക് വന്നാൽ മതി. വെള്ളാരംകുന്ന് പറഞ്ഞ സ്ഥലത്ത് മയിലാടുംകുന്ന് പാറ, അവിടെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പടി. നമ്മൾ സാധാരണ പഴനി അമ്പലത്തിലേക്കൊക്കെ കയറി പോകുന്ന പോലുള്ള ആ ഒരു വലിയ പടികളാണ്. ഈ പടി വഴി കയറി നമുക്ക് അമ്പലത്തിലേക്ക് എത്താവുന്നതാണ്. ഏതാണ്ട് 500 വർഷം പഴക്കമുണ്ട് ഈ അമ്പലത്തിൽ നിന്നാണ് പറയുന്നത്, ഇതിൻ്റെ പഴയ ഒരു പ്രതിഷ്ഠയ്ക്ക്. അതിനുശേഷം പിന്നീട് ഇത് റിനോവേറ്റ് ചെയ്ത് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ എന്തായാലും ഇനി കോഴിക്കോടേക്കൊക്കെ പോകുന്നവരും അതുപോലെ പഴനി അമ്പലത്തിലേക്ക് പോകുന്നവരൊക്കെ ഇവിടെയും കൂടി ഒന്ന് സന്ദർശിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു അനുഭൂതിയായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നമുക്കിനി വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.